Hi everyone, welcome to Crochet Mom. I'm Subi. ഇന്ന് നമുക്കൊരു പഫ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 4 പ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. 4mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് റിങ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നന്നായി ഒന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, എപ്പോഴും അതിനകത്തൊരു വിരൽ വെച്ച് ടൈറ്റാക്കി പിടിക്കുക. ഇനി നമുക്ക് മാജിക് റിങ്ങിൻ്റെ അകത്ത് 10 സിംഗിൾ ക്രോഷയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം നമുക്ക് 5 പെറ്റൽസാണ് നമ്മുടെ ഫ്ലവറിന് ആവശ്യമുള്ളത്. അപ്പോൾ 10 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 സ്റ്റിച്ച് മുകളിൽ കിട്ടും. അതിൽ ഓരോ പെറ്റലിനും നമ്മൾ 2 സ്റ്റിച്ചസ് വീതമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 പെറ്റൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, മാജിക് റിങ് ഇടുക. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ 10 സിംഗിൾ ക്രോഷയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, 10 സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ എണ്ണി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും 10 ആയിട്ടുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്യാം. അറ്റം പിടിച്ച് വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയുടെ സ്റ്റിച്ച് കണ്ടുപിടിക്കുന്നു. അതിനകത്ത് കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് പിന്നീട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് തന്നെയാണ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം തന്നെ 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യാനുള്ളത്. യാൺ ഓവർ ചെയ്യുന്നു, സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പാണ് ഹുക്കിനകത്ത് ഉള്ളത്. ഓക്കെ, ഇനി യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുന്നു. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. വീണ്ടും യാൺ ഓവർ, സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. വലിച്ചു പിടിച്ച് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുന്നു. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, വലിച്ചു പിടിക്കുന്നു. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുന്നു. ഓക്കെ, വീണ്ടും യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദ സെയിം സ്റ്റിച്ച്, പുൾ ത്രൂ ചെയ്യുന്നു. 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, ഒരു തവണ കൂടി നമുക്ക് യാൺ ഓവർ ചെയ്യുന്നു, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, പുൾ ത്രൂ ചെയ്യുന്നു, 2 ലൂപ്പിൽ കൂടെ മാത്രം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 5 6 7 ലൂപ്പുണ്ട്. നമുക്ക് 7 ലൂപ്പിൽ കൂടെ ഒരുമിച്ചാണ് ഹുക്ക് വലിച്ചെടുക്കേണ്ടത്. ഇനിയൊരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ചും കൂടെ വേണം. 1 2 3. ഇനി നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ച ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ അതിൽ കൂടെ തന്നെ ഒന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 സ്റ്റിച്ചാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് എടുക്കുന്നു. ഓക്കെ, വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച്, യാൺ ഓവർ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, 2 ലൂപ്പിൽ കൂടെ വലിക്കുന്നു. ഒരു തവണ നമ്മൾ ആ സ്റ്റിച്ചിൽ വീണ്ടും ചെയ്യാണ്, ഒരു തവണ കൂടി ചെയ്യുന്നു. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുന്നിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ചിലാണ്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു, പുൾ ത്രൂ ചെയ്യുന്നു, ഒരു തവണ കൂടി ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 7 ലൂപ്പാണ് ഹുക്കിലുള്ളത്. 7 ലൂപ്പിൽ കൂടെ ഒന്നിച്ചാണ് നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നു, വീണ്ടും 3 ചെയിൻ സ്റ്റിച്ചും കൂടെ വേണം. ഇനി നമുക്ക് അതേ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെറ്റലും ശരിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് 3 പെറ്റൽസ് ചെയ്യേണ്ടത്. അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വർക്കിംഗ് യാൺ കുറച്ച് നീളത്തിലെടുത്ത് കട്ട് ചെയ്തെടുക്കുക, ഹുക്ക് വലിച്ചെടുക്കുക. ഓക്കെ, ഹുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് അത് വലിച്ചെടുത്തത്.
ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ലൂപ്പും ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു യാൺ ടെയിൽ കൂടെ ഉണ്ട്. നമുക്കത് രണ്ടും കൂടെ പിൻഭാഗത്ത് വെച്ച് ഒന്ന് പതുക്കെ കെട്ടി സെക്യൂർ ചെയ്ത് വെക്കാം. ഒരുപാട് വലിച്ച് ടൈറ്റാക്കാതെ ഒന്ന് ആദ്യത്തെ കെട്ട് കെട്ടുമ്പോൾ പതുക്കെ കെട്ടുക, രണ്ടാമത്തത് കുറച്ച് ടൈറ്റായിട്ട് കെട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനാണ് ചെയ്യാനുള്ളത്. അതിനും ഞാനൊരു മാജിക് റിങ്ങാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാജിക് റിങ്ങിനുള്ളിലാണ് വർക്ക് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ 3 ചെയിൻ സ്റ്റിച്ച് നമുക്ക് ആവശ്യമാണ്. 1 2 3. ഇനി യാൺ ഓവർ വീണ്ടും മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ടാണ് നമുക്ക് പുൾ ത്രൂ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഹുക്കിൽ കൂടെ വലിച്ചെടുക്കുന്നില്ല, പരമാവധി യാൺ ഓവർ ആൻഡ് അതായത് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കടത്തിയിട്ടുള്ള യാൺ ഓവർ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുവരെ ചെയ്യാം, പക്ഷേ ഹുക്ക് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റണം. ഞാനിപ്പോൾ 6 7 ടൈംസാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ലൂപ്പിൽ കൂടി ഒന്നിച്ചാണ് ഹുക്ക് വലിച്ചെടുക്കുന്നത്. ഇനി ഞാനൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. വീണ്ടും നമുക്കൊരു 3 ചെയിൻ സ്റ്റിച്ച് കൂടെ വേണം. ഇനി നമുക്ക് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മാജിക് റിങ് വലിച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പഫായിട്ടുള്ള ഒരു ബോൾ പോലെയാണ് നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നത്. ഞാൻ കുറച്ച് നീളത്തിലെടുത്ത് കട്ട് ചെയ്തെടുക്കുക, ഹുക്ക് വലിച്ചെടുക്കുക. ഓക്കെ, കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഉണ്ട പോലെയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് വരുന്നത്. നമുക്ക് ഫ്ലവറിൻ്റെ നടുവിലായിട്ട് അതൊന്നൊന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യാണെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ അടിയിൽ കൂടെ ഹുക്ക് കടത്തി യാണിൻ്റെ 2 അറ്റവും നമുക്ക് പുറകിലോട്ട് വലിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് ആ 2 യാണും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടി അതിനെ സെക്യൂറായിട്ട് വെക്കണം. ഇങ്ങനെ കെട്ടണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 2 യാൺ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പുറകുവശത്ത് വരുന്ന യാണുകളൊക്കെ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഹെയർ ടൈ ആയിട്ട് യൂസ് ചെയ്യാം. ഹെയർ ടൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ യാൺ വെച്ചിട്ട് തന്നെ ടൈനെ നമുക്ക് അതിനകത്ത് വെച്ച് കെട്ടി ഉറപ്പിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തലയിൽ കുത്തി വയ്ക്കാം. ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്